അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൊളാഷ് രീതിയിൽ എങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഫോട്ടോസ് ആഡ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് മൾട്ടിപ്പിൾ ഫോട്ടോസ് എങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ വാട്സപ്പിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ കാണുന്ന അപ്ഡേറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ സ്റ്റാറ്റസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ആഡ് സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഗാലറിയിലെ ഫോട്ടോസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ മുകളിലായിട്ട് നമുക്ക് ലേഔട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ മൾട്ടിപ്പിൾ ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യാം. മാക്സിമം 6 ഫോട്ടോസ് വരെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ടിക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കാണാം ഈ 3 ഫോട്ടോസ് ഇവിടെ ഈ രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെയായിട്ട് നമുക്ക് ഇവിടെ ലേഔട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലേഔട്ട് ഇവിടുന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫോട്ടോസ് ലോങ് പ്രസ് ചെയ്ത് നമുക്ക് താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ മാറ്റാവുന്നതാണ്. അതല്ല ഫോട്ടോസ് റീപ്ലേസ് ചെയ്യാനായിട്ട് ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിൽ നിന്ന് റീപ്ലേസും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫോട്ടോസ് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.